നമസ്കാരം. ആരാണ് ഈ സായി അഭ്യങ്കർ? സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ സെർച്ച്, യൂട്യൂബ് സെർച്ച്, ഇതിലൊക്കെ ഇയാളുടെ പേര്, ഇയാളുടെ സെർച്ചിങ്, ഈ നെയിം, ഹൂ ഈസ് സായി അഭ്യങ്കർ. സായി അഭ്യങ്കർ ആരാണ് ഒന്ന് വൈറലായിട്ടുള്ളൊരു സെർച്ചായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലും. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതിനപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള സമയം. അതിന് കാരണം സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന അല്ലു അർജുൻ സിനിമ, നമ്മുടെ അറ്റ്ലി സംവിധാനം ചെയ്യുന്ന അല്ലു അർജുൻ ആ സിനിമയിൽ കമ്മിറ്റായിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറുടെ പേരാണ് ഈ സായി അഭ്യങ്കർ. ഈ സായി അഭ്യങ്കറിൻ്റെ സിനിമ ഒന്നും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അയാൾ സംവിധാനം ചെയ്ത, മ്യൂസിക് കൊടുത്തിട്ടുള്ള, സംഗീത സംവിധാനം നിർവഹിച്ച ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടില്ല. അയാൾ 2-3 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ അയാളുടെ ആൽബങ്ങൾ ഒരു 4 സോങ്, ഒരു ആൽബം സോങ് പോലെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോങ്ങുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ വൈറലായിട്ടുള്ള സോങ്ങുകളാണ്. നമ്മുടെ കാതുകളിൽ എത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന മലയാളികളാണെങ്കിലും നമ്മുടെ കാതുകളിലൊക്കെ കേട്ടിട്ടുള്ള പാട്ടുകളാണ്. നിങ്ങളത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കച്ചി ചേര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്, അല്ലെങ്കിൽ ആസെക്കൂട, അല്ലെങ്കിൽ സിത്തിരപ്പൂത്തിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന പാട്ടുകളുണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. നമ്മൾ ഈ പാട്ടായിരുന്നോ എന്ന് നിങ്ങൾ വണ്ടറടിച്ച് പോകുന്ന പാട്ട്. ആ 19 വയസ്സിലാണ് അയാൾ ചെയ്യുന്നത്. 18-19 വയസ്സിൽ ചെയ്തിട്ട് വൈറലാക്കിയ പാട്ടുകളാണ്. അത് കണ്ടിട്ട് നമ്മുടെ ലോകേഷ് കനകരാജ് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക്, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത സിനിമ, ഭാഗ്യരാജ് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ചെയ്യുന്ന ലോറൻസിൻ്റെ സിനിമയിലേക്ക് ഇയാളെ കാസ്റ്റ് ചെയ്യുന്നു. അതാണ് ആദ്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഇയാളുടെ സിനിമ. 19-ാമത്തെ വയസ്സിൽ സൈൻ ചെയ്തതാണ്. അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെ അത് റിലീസാവുന്ന കേൾക്കുന്നുണ്ട്. അതുകൂടാതെ സൂര്യയുടെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ സിനിമയ്ക്കുള്ള പ്രത്യേകത, അത് AR റഹ്മാന് വേണ്ടി സംസാരിച്ച് വെച്ചിരുന്ന ഒരു സിനിമയാണ്. AR റഹ്മാന് തിരക്കുള്ള കാരണം AR റഹ്മാനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ പയ്യനെ, ഈ 20 വയസ്സുകാരനെ അതിലേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അത്ഭുതമാണല്ലേ, AR റഹ്മാന് റീപ്ലേസ് ചെയ്യാൻ ഒരു 20കാരൻ. നമുക്ക് കാത്തിരിക്കാം അല്ലേ, എന്താണ് സായി അഭ്യങ്കർ ചെയ്യുന്നത്. അത് കൂടാതെയാണ് ഒരു സിംബുവിൻ്റെ സിനിമ കമ്മിറ്റ് ആയിട്ടുണ്ട്. സിംബുവിൻ്റെ അടുത്ത സിനിമ ഈ തഗ് ലൈഫ് കഴിഞ്ഞിട്ട് വരുന്ന, തഗ് ലൈഫിൽ കമലഹാസൻ്റെ കൂടെ സിംബു അഭിനയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഈ സായി അഭ്യങ്കർ കമ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3-4 സിനിമകൾ, വലിയ സിനിമകൾ, ചെറിയ സിനിമകളൊന്നുമല്ല, ആ വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമായി എന്നുള്ളത് കൊണ്ടാണ് മൂപ്പര് ഇത്രത്തോളം ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ മുമ്പ് തന്നെ ട്രെൻഡിങ് ആയതുകൊണ്ട്, ഈ സോങ്ങൊക്കെ ട്രെൻഡിങ് ആയതുകൊണ്ട് ആരാണെന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. ഈ ടിപ്പു, നമുക്ക് ടിപ്പു എന്ന് കേട്ടിട്ടുണ്ടല്ലേ, ടിപ്പു സുൽത്താൻ അല്ല, ടിപ്പു എന്ന് പറയുന്ന പേരുള്ളൊരു ഗായകനുണ്ട് തമിഴിൽ, നമ്മൾ കേട്ടിട്ടുണ്ട്. മൂപ്പരുടെ പാട്ടുകൾ ഒരുപാട്. പിന്നെ ഹരിണി തീർച്ചയായും മഹാഭൂരിപക്ഷം പേർക്കും അറിയായിരിക്കും. നിറയെ പാട്ടുകൾ, നല്ല സോങ്സ്, നല്ല മധുരമുള്ള ശബ്ദത്തിൽ പാടിയ പാട്ടുകാരി. ഈ ടിപ്പു ഹരിണിയുടെ മകനാണ്, മൂത്ത മകനാണ് ഈ സായി അഭ്യങ്കർ എന്ന് പറയുന്ന ഈ 20കാരൻ. നവംബർ 4, 2004 മൂപ്പർ ജനിക്കുന്നത്. 20 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ 20ാമത്തെ വയസ്സിലാണ് മൂപ്പർ ഇത്രയും വലിയൊരു ഉയരത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ പാവങ്ങളും നമുക്ക് നേരാനേ പറ്റൂ. നമ്മൾ ഈ പാട്ടുകളൊക്കെ തന്നെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് മൂപ്പരുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പാട്ടുകളൊന്ന് കേൾക്കുക. അത് ഭാവിയുടെ വാഗ്ദാനമാണ്. സൗത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുമായിട്ട് വ്യാപിക്കാൻ ഇടയുള്ള, വ്യാപിക്കുന്ന ഒരു സ്റ്റാറായിട്ട് മൂപ്പര് വളരെ. കാരണം അല്ലു അർജുൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണല്ലോ. അയാളുടെ സിനിമയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അയാളും ഒരു പാൻ ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറാകും. AR റഹ്മാനും വളർന്ന പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിലേക്ക് വളരാൻ സായി അഭ്യങ്കറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം. ഇനി സായി അഭ്യങ്കറിനെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൂര്യ. ഓക്കെ, നന്ദി, നമസ്കാരം.